തമിഴ്നാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നടൻ മൻസൂർ അലിഖാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കുഴഞ്ഞു വീണ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. നടൻ മൻസൂർ അലിഖാനെ അപായപ്പെടുത്താൻ ആരോ ഫ്രൂട്ട് ജ്യൂസിൽ വിഷം കലക്കി നൽകിയെന്നാണ് വിവരങ്ങൾ. അദ്ദേഹം ഇപ്പോൾ ഐസിയുവിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെ അവസാനിച്ചപ്പോഴാണ് അദ്ദേഹം കുഴഞ്ഞു വീണു എന്ന വാർത്തകൾ പുറത്തുവന്നത്. അതായത് ഉൾഗ്രാമങ്ങളിൽ പ്രചാരണം നടത്തുന്നതിനിടെ അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടുവെന്നും ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം വിഷം നൽകി കൊല്ലാൻ നോക്കിയെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നിർണായകമാകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ അമ്പൂർ വാണിയമ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അദ്ദേഹം സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയായിരുന്നു. കുടിയാം മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് അസുഖം ബാധിക്കുന്നത്. അതായത് ശ്വാസതടസ്സം അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് മൻസൂർ അലിഖാനെ ഉടൻ തന്നെ കുടിയാട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ ചികിത്സയ്ക്കായി ചെന്നൈ കെ നഗറിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വൈകിട്ട് 6 മണിയോടെ മാറ്റുകയായിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന മൻസൂർ അലിഖാന്റെ ചികിത്സ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നടൻ മൻസൂർ അലിഖാനെ വിഷം നൽകി അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന വിവരങ്ങളും പ്രസ്താവനകളും ഒക്കെ എത്തുന്നത്. അതായത് ഇതിൽ ഇക്കഴിഞ്ഞ ദിവസം കൂടിയാട്ട മാർക്കറ്റിൽ നിന്ന് മടങ്ങുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാൻ നിർബന്ധിച്ചു എന്നുള്ള വിവരങ്ങൾ ഇദ്ദേഹം പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ നടൻ മൻസൂർ അലിഖാൻ ആശുപത്രിയിൽ നിന്നിറക്കിയ പ്രസ്താവനയാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്നലെ കൂടിയാട്ടം മാർക്കറ്റിൽ നിന്ന് മടങ്ങുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് എന്നെ ഫ്രൂട്ട്സ് ജ്യൂസ് കുടിക്കാൻ നിർബന്ധിച്ചു. അത് കഴിഞ്ഞ് കൂടുതൽ മോര് കുടിക്കണമെന്ന് നിർബന്ധിച്ചു കുടിപ്പിച്ചു. അത് കുടിച്ച ഉടനെ വണ്ടിയിൽ നിന്നും വീഴാൻ പോവുകയായിരുന്നു. തലകറക്കവും നെഞ്ചിടിപ്പും അസഹ്യമായ വേദനയും. ഉടൻ തന്നെ അവർ എന്നെ ബാലാരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും വേദന മാറിയില്ല. ആംബുലൻസിൽ ചെന്നൈയിലെ KM നഴ്സിംഗ് ഹോമിൽ കൊണ്ടുവന്ന് ഡോക്ടർ ബാലസുബ്രഹ്മണ്യൻ ഐസിയുവിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ അല്പം സുഖം തോന്നുന്നു. വിഷബാധയും ശ്വാസകോശ വേദനയും മാറാൻ അവർ ട്രീറ്റ്മെന്റ് ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ സാധാരണ വാർഡിലേക്ക് മാറ്റുമെന്നാണ് സൂചന. മൻസൂർ അലിഖാൻ തന്റെ PRO ഗോവിന്ദരാജ് മുഖേന മാധ്യമങ്ങൾക്ക് നൽകിയ ഈ പ്രസ്താവന പിന്നീട് കോളിളക്കം സൃഷ്ടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ വിഷം ചെന്നതായാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നതെന്നാണ് ആരാധകർ പറയുന്നത്. ആരോ അദ്ദേഹത്തിന് വിഷം നൽകിയെന്നാണ് ഇവർ ആരോപിക്കുന്നതും. അതേസമയം അടുത്തിടെയാണ് നടി തൃഷയ്ക്കെതിരെ വിവാദ പരാമർശം നടത്തിയ മൻസൂർ അലിഖാൻ വെല്ലൂരിൽ പ്രചരണം നടത്തുന്നതിനിടെ കുഴഞ്ഞു വീണ ഒരു സംഭവമുണ്ടായത്. അതായത് ഉൾഗ്രാമങ്ങളിൽ പ്രചരണം നടത്തുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ട് അദ്ദേഹം കുഴഞ്ഞു വീണെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തിടെയാണ് ഇദ്ദേഹം നടി തൃഷയ്ക്കെതിരെ വിവാദമായിട്ടുള്ള ഒരു പരാമർശമൊക്കെ നടത്തിയത്. ഇതിനു പിന്നാലെ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ പ്രചരണത്തിനിടെ അദ്ദേഹം കുഴഞ്ഞു വീണു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതേസമയം നടൻ അടുത്തിടെയാണ് ഡെമോക്രാറ്റിക് ടൈഗേഴ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുതിയൊരു പാർട്ടി തുടങ്ങിയത്. ഇതിന്റെ സ്ഥാനാർത്ഥിയെ വെല്ലൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഖാൻ ഇറച്ചി വെട്ടിയും പച്ചക്കറി വിറ്റുമൊക്കെ വ്യത്യസ്തമായൊക്കെ പ്രചരണം നടത്തിയിരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മത്സരിച്ചിരുന്നെങ്കിലും പരാജയം നേരിട്ടിരുന്നു. ഇത്തവണ അണ്ണാ DMKയ്ക്കൊപ്പം മത്സരിക്കാൻ നീക്കം നടത്തിയെങ്കിലും വിജയിച്ചില്ല. തുടർന്നാണ് സ്വതന്ത്രനായി മത്സര രംഗത്തിറങ്ങിയത്. ഏപ്രിൽ 19-നാണ് തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. അതായത് നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു നടി തൃഷയെക്കുറിച്ച് മോശ പരാമർശം നടത്തി മൻസൂർ അലിഖാൻ വിവാദത്തിലായത്. ലിയോ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടൊരു അഭിമുഖത്തിൽ സിനിമയിൽ തൃഷയ്ക്കൊപ്പം കിടപ്പറ രംഗങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നായിരുന്നു മൻസൂർ അലിഖാന്റെ പരാമർശം. നടനൊപ്പം ഇനി ഒരിക്കലും സ്ക്രീൻ സ്പേസ് പങ്കിടില്ല എന്നായിരുന്നു ഇതിന് പിന്നാലെ തൃഷയുടെ മറുപടിയും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.